എല്ലാവർക്കും KM TV കർണാട്ടിക് വയലിൻ ലെസൺ 51 സ്വാഗതം. ഞാൻ അജയ് കുമാർ ജി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീ സുരേഷ് നാരായണൻ അവർ എഴുതിയ കർണാടക സംഗീതം എന്ന ബുക്കിലെ രണ്ടാമത്തെ സ്വരജതി കമാസ് രാഗത്തിലുള്ള സ്വരജതിയാണ്. ജന്യരാഗമാണിത്. അതായത് ഹരികാംബോജി എന്ന 28ാമത്തെ മേളകർത്ത രാഗത്തിൻ്റെ ജന്യരാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ രാഗത്തിൽ ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം, കൈശികി നിഷാദം, മേൽസ്ഥായി സ, ഇതാണ് ഇതിലെ സ്വരങ്ങൾ വരുന്നത്. അപ്പം നമുക്ക് ഈ സ്വരജതി പഠിക്കുന്നതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു ശകലം വിഷമമുള്ള ഒരു സ്വരജതിയാണിത്. കാരണം ഇത് ഈ കമാസ് രാഗത്തിൻ്റെ പ്രയോഗം നടക്കുന്നത് നമുക്ക് ഒരു വ്യക്തിയോട് അഗാധമായ പ്രേമവും എന്നാൽ അതേസമയം ഒരു ഭക്തിയോടുകൂടിയുള്ള ദർശനത്തിൻ്റെയും ഒരു സമ്മേളനം കൊടുക്കുന്ന ഒരു രാഗം ആണിത്. രാഗമല്ല, ജന്യരാഗമാണിത്. അപ്പം നമുക്ക് ആ കമാസ് രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കമാസ് എന്ന രാഗത്തിലുള്ള, അതായത് 28ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യരാഗമാണ് കമാസ്. നമുക്ക് ആരോടെങ്കിലും പ്രേമമുണ്ട്, അതോടൊപ്പം തന്നെ ഭക്തിയും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ള ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രാഗമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നീ ചെറുതാണ്. ബാക്കി നീയ്, മായ എല്ലാം ചെറിയ മായ, അതായത് ശുദ്ധമധ്യമം. നീ എന്ന് പറയുന്നത് കൈശികി നിഷാദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രാഗത്തെപ്പറ്റി പറയുവാണെങ്കിൽ വക്രസമ്പൂർണ്ണ രാഗമായത്. അപ്പം നമുക്ക് ഇതിൻ്റെ ആരോഹണം അവരോഹണവും നോക്കാം. ആദ്യം ഞാനൊന്ന് പറയാം. സ മ ഗ മ പ ദ നി സ. എൻ്റെ പാട്ടിലുള്ളൊരു അറിവ് വെച്ച് നമ്മൾ ഈ നീ പാടുമ്പോൾ നീ അങ്ങനെ എടുക്കരുത്. അങ്ങനെ എടുത്താൽ അത് വലിയ നീ ആവും. അപ്പം സ മ ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ. അപ്പം ഇനി നമുക്ക് വയലിനെ ശ്രദ്ധിച്ചോണം ഞാൻ വായിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആരോഹണം അവരോഹണം ആദ്യം ഒന്ന് വായിക്കാം. അല്ലെങ്കിൽ അവരോഹണം സ നി ദ പ മ ഗ രി സ.
ഇച്ചിരി ഗമോ ഒക്കെ ഇട്ട് വായിക്കണം. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പല്ലവി നോക്കാം. സാ നീ ദ പ മ ഗ മ ഗ മ പ ദ നി. പല്ലവി ഇത്രയേ ഉള്ളൂ. ഈ പല്ലവി 2 തവണ വായിക്കണം വയലിനിൽ. അതായത് സാംബ ശിവായനവേ രാജിതഗിരി. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾ വയലിനെ ശ്രദ്ധിച്ചോണം, അതാണ് ഇമ്പോർട്ടൻ്റ്. ആദ്യം സ്വരം ഗമകമൊന്നുമില്ലാതെ സാധാരണ രീതി വായിച്ച് പഠിച്ചിട്ട് ഗമകം ഇടണം. ഗമകം ഇടുന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഒന്നുകൂടെ കണ്ടുകൊള്ളുക. ഫിംഗർ ഞാൻ വെച്ച് കാണിക്കാം. സാ നീ ദ പ മ ഗ മ ഗ മ പ ദ നി. ഈ നീ ചേർന്നിരിക്കണം വരൽ, അല്ലെങ്കിൽ രാഗം മാറും. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം നമുക്ക്. ഇത് 2 തവണ വായിക്കണം പല്ലവി. അതിനുശേഷം ഇനി നമുക്ക് അനുപല്ലവിയിലേക്ക് പോകാം. അനുപല്ലവിയുടെ സ്വരങ്ങൾ എന്ന് പറയുന്നത് സാരിനി സദ നിപ ദമ പമ ഗമ പദനി. അതായത് ശാംഭവി മനോഹര പരാത്പര കൃപാകര ശ്രീ. അപ്പൊ അതൊന്ന് നോക്കാം നമുക്ക് വായിക്കുന്നത്. സാരി ഒന്നുകൂടെ. സാരി ഫിംഗർ ഒന്നുകൂടെ വെച്ച് കാണിക്കാം. സാ രി ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ സാ രി ഇങ്ങനെ വെക്കാം. അപ്പം സാരി നീ സ ദ നീ പ ദ മ പ മ ഗ മ പ ദ നി. അപ്പൊ ഒന്നുകൂടെ. ലാസ്റ്റ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പല്ലവി വായിച്ചു. ഇത് പല്ലവി അനുപല്ലവി ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഞാൻ എൻ്റെ സ്വരം പാടിത്തരാം. സാ നീ ദ പ മ ഗ മ
ഗമ പദ നി സാ നി ദ പ മഗമ ഗമ പദ നി സാരിണി സദാ നിപ തമ പമ ഗമ പദനി. ഗമപദനി വരെ വന്നു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ പല്ലവി വായിക്കണം. സാനിദ പ മഗമ ഗമ പദനി. ഇങ്ങനെ ഇത് ദയവായിട്ട് വായിച്ച് പഠിക്കണം. അപ്പം ഇത്രയേ ഉള്ളിത്. ഈ പല്ലവി അനുപല്ലവി നിങ്ങൾ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിനകത്ത് ഞാൻ ഈ ചരണങ്ങൾ ഇടാം. ചരണങ്ങളും ഈ 2 സ്റ്റെപ്പ് വീതം ഇടും. കാരണം ഇത് വലിയ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉള്ളതായത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനൊരു ടൈം വേണം. അതിനെ ഗ്യാപ്പ് ഇട്ട് തരുന്നത്, അല്ലാതെ നിർത്തി വെച്ചേക്കുന്നതല്ലത്. പഠിക്കാനുള്ള ടൈം കിട്ടണം. അടുത്ത ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഒത്തിരി പേര് ഈ ചാനൽ കാണുന്നുണ്ട്, അവരൊക്കെ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ദയവായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയും വരെയുള്ളൂ. നിങ്ങൾ നന്നായിട്ട് എത്രത്തോളം വായിക്കാമോ അത്ര ഇത് പോളിഷ്ഡ് ആവും ഈ സ്വരജതി. അപ്പം നിങ്ങൾ ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ രാഗത്തിലൊരു പാട്ടുമുണ്ട്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ. ഈ രാഗമാണ്. അപ്പോൾ നല്ലപോലെ വായിച്ച് പഠിക്കുക, വയലിൻ നന്നായി പഠിക്കുക. അടുത്ത ഒരു ലെസണുമായിട്ട് ഞാൻ വരുന്നിടം വരെ ഞാൻ അജയകുമാർ നിങ്ങളോട് തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.